കിതാബ് നാം ഉപയോഗിക്കേണ്ടത് നമ്മുടെ മദ്രസ ആവശ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും അക്കമടിച്ച് സഹായിച്ചെങ്കിൽ മാത്രമേ മദ്രസ പ്രസ്ഥാനം മുമ്പോട്ട് പോയൂ. അത് മദ്രസയല്ലേ എന്നൊരു അവഗണന പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി അൽഹംദുലില്ലാഹ് പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ വറുതിയും ക്ഷാമവും പട്ടിണിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അവഗണിച്ചുകൊണ്ട് അകമഴിഞ്ഞ് മദ്രസയെ സഹായിക്കുന്ന ഉസ്താദുമാരെ സ്നേഹിക്കുന്ന നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല കാഴ്ച, നല്ല പ്രേരണ വെക്കാൻ സാധിക്കണം. യാതൊരു കേടുപാടുമില്ലാതെ തനതായ രീതിയിൽ ദീനുൽ ഇസ്ലാമിനെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് സാധിക്കണം. അതിന് കരുത്തുറ്റ തലമുറയെ വാർത്തെടുക്കണം. നല്ല ആദർശധീരതയുള്ള നല്ല കരുത്തുറ്റ ഒരു സമൂഹത്തിൽ നമ്മൾ തലമുറയെ വാർത്തെടുക്കണം. അതിൻ്റെ പ്രാഥമിക ചടങ്ങത്തിന് ശില പാകുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ മദ്രസയിൽ നിന്നാണ്. അപ്പോൾ മദ്രസയിൽ നിന്ന് തുടങ്ങി പിന്നീട് നമ്മൾ സെക്കൻഡറി മദ്രസയിൽ പിന്നെ കോളേജുകളും എല്ലാ സംവിധാനങ്ങളും നോക്കിക്കൊണ്ട് പഠിച്ചുയരാൻ സാധിക്കാതെ വന്ന ആളുകൾ, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയിലേക്ക് പോകുന്ന ആളുകൾക്ക് അവസരോചിതമായ രീതിയിൽ ഇസ്ലാം പഠിക്കാൻ നമ്മുടെ നാട്ടിൽ പല സംവിധാനങ്ങളുമുണ്ട്. വാരാന്ത്യ ക്ലാസ്സുകളും അതുപോലെ സംവിധാനങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ട സൗകര്യമുണ്ട്. അൽഹംദുലില്ലാഹ്.